സപ്ലൈകോയിൽ നിന്നും സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വിതരണം ആരംഭിച്ചത് ആശ്വാസമായി. സബ്സിഡി നിരക്കിൽ ലിറ്ററിന് 349 രൂപയും സബ്സിഡി ഇല്ലാത്ത വെളിച്ചെണ്ണയ്ക്ക് 429 രൂപയുമാണ് വില. വെളിച്ചെണ്ണ വില 500 കടന്ന് കുതിക്കുന്നതിനിടയിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടായതോടെ പൊതുവിപണിയിലും വില കുറഞ്ഞിട്ടുണ്ട്. 2 മാസക്കാലത്തിനിടയിൽ വെളിച്ചെണ്ണയുടെ വില കുതിച്ചുയർന്നത് ജനങ്ങളെ വലച്ചിരുന്നു. തേങ്ങയും വെളിച്ചെണ്ണയും മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത വസ്തുക്കളായതോടെ വിലവർധന വലിയ ദുരിതമാണുളവാക്കിയത്. വെളിച്ചെണ്ണ വില 500 കടന്ന് ഉയർന്നപ്പോൾ തേങ്ങയുടെ വിലയും 100ലേക്ക് അടുത്തിരുന്നു. വിലവർധനയിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാവാതിരുന്നത് വർധനവിന് ആക്കം കൂട്ടിയിരുന്നു. ഇതേ തുടർന്നാണ് സർക്കാർ പ്രശ്നത്തിൽ ഇടപെട്ടത്. സർക്കാർ നിർദ്ദേശപ്രകാരം വ്യാപാരികൾ വില കുറയ്ക്കാൻ തയ്യാറായിരുന്നു. ഇതോടൊപ്പം സപ്ലൈകോ വഴി വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യാനും തീരുമാനമായി. 349 രൂപയ്ക്ക് സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരിയും 457 രൂപയ്ക്ക് കേരഫെഡിന്റെ കേരയും വിൽപ്പനയ്ക്ക് എത്തിക്കുവാനാണ് തീരുമാനം. 15 ലക്ഷം ലിറ്റർ എണ്ണയാണ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. ഓണവിപണി പ്രതീക്ഷിച്ച് 40 ലക്ഷം ലിറ്റർ കൂടി 2 ആഴ്ചയ്ക്കകം എത്തിക്കും. പൊതുവിപണിയിൽ 529 രൂപയ്ക്ക് വിൽക്കുന്ന എണ്ണയാണ് കേരഫെഡ് സപ്ലൈകോയ്ക്ക് നൽകുന്നത്. 2 ലക്ഷം ലിറ്റർ കേര എണ്ണയാണ് ഇപ്പോൾ നൽകിയത്. 13 ലക്ഷം ലിറ്റർ ശബരി സപ്ലൈകോയുടെ ഏജൻസികൾ മുഖാന്തരം സംഭരിച്ചിട്ടുണ്ട്. സബ്സിഡി നിരക്കിൽ 349 രൂപയ്ക്ക് വെളിച്ചെണ്ണയുടെ വിൽപ്പന ആരംഭിച്ചു കഴിഞ്ഞു. വിപണിയിൽ ലഭിക്കുന്നതിലും കുറഞ്ഞ വിലയ്ക്ക് സപ്ലൈകോ വെളിച്ചെണ്ണ എത്തിക്കുന്നത് ജനങ്ങൾക്ക് ആശ്വാസമാകും. സപ്ലൈകോ ഓണവിപണിയുടെ ഒരുക്കത്തിലാണിപ്പോൾ. 180 കോടി രൂപയാണ് സർക്കാർ ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. അരിയുടെ ശേഖരവും കൂട്ടിയിട്ടുണ്ട്. കിലോഗ്രാമിന് 25 രൂപ നിരക്കിൽ 20 കിലോ അരി ലഭ്യമാക്കാനാണ് പദ്ധതി. 29 മുതൽ 34 രൂപ വരെ വിലയ്ക്ക് വാങ്ങുന്ന അരിയാണ് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.